ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് അച്ഛൻ തരികയാണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ദൈവത്തെ കടക്കാരനാക്കാൻ പറ്റും. പ്രഭാഷകൻ 19-ാം അധ്യായം 17-ാം വാക്യം, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ഇപ്പം കർത്താവിനെ നമുക്കിന്ന് കടക്കാരനാക്കിയാലോ? എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, 5 രൂപയോ 10 രൂപയോ 20 രൂപയോ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 100 രൂപയോ ഒരു പാവപ്പെട്ട ആൾക്ക് ഇന്ന് കൊടുത്തേ. ഇപ്പോൾ കർത്താവ് നിൻ്റെ കടക്കാരനാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് ഉറപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അവിടുന്ന് ആ കടം വീട്ടും. നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നുവോ അതിൻ്റെ 100 ഇരട്ടി കർത്താവ് നിങ്ങൾക്ക് തരും. കർത്താവ് നിൻ്റെ കടം വീട്ടും. ഇന്ന് നിങ്ങൾ അനാഥരെയോ വിധവകളെയോ ആരും സഹായിക്കാനില്ലാത്തവരെയൊക്കെ ഒന്ന് സഹായിച്ച് കർത്താവിനെ കടക്കാരനാക്കിയ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.